ജാറാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ബോട്ടിൽ ജാറ് ചെയ്യാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് സീഷെല്ലാണ്. ഞാനിവിടെ ഫുള്ളായിട്ട് ബോട്ടിലിൻ്റെ ടോപ്പിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. സീഷെല്ല് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് ഗ്ലൂ ഗണ്ണാണ്. ഫസ്റ്റ് ഞാൻ ബോട്ടിൽ ജാറിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫില്ല് ചെയ്യാൻ എടുക്കുന്നത് പേളാണ് എടുക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പേളുകളാണ് എടുത്തത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ പേള് വാങ്ങിയതൊന്നല്ല, കുറേ മുന്നേ കളക്ട് ചെയ്ത പേളാണിത്. ഞാൻ ബോട്ടിലിൻ്റെ ഹാഫോളം ഫില്ല് ചെയ്യുന്നുണ്ട്. ഇത് വിൻറ്റേജ് സ്റ്റൈലിൽ വരുന്നൊരു കീ ചെയിൻ പേൾസാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ബോട്ടിൽ വെക്കാമെന്ന്. ഞാൻ ഈ ബോട്ടിൽ വെക്കുന്നത് ഗിഫ്റ്റ് കിട്ടിയത്, പിന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ബോട്ടിൽ വെക്കുന്നത്. ഫസ്റ്റ് മെട്രേഡിൻ്റെ കീ ചെയിനാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യില്ല, ഞാൻ മെമ്മറി ആയിട്ട് ബോട്ടിൽ വെക്കാം. ബോട്ടിൽ വെക്കുന്നത് നെറ്റിക്കുറിയാണ്. ഇതെൻ്റെ ഫേവറേറ്റാണ്, പിന്നെ ഞാൻ യൂസ് ചെയ്യില്ല. ബോട്ടിലൊന്നും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് നെറ്റിക്കുറി. ഇത് ഡ്രസ്സിൻ്റെ ബട്ടൺസാണ്, ഉപയോഗിക്കാത്ത ഡ്രസ്സിൻ്റെ. ഇത് ദുബായ് ഫ്ലാഗ് ലോക്കറ്റാണ്. ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയൊരു സ്റ്റോണാണ്. ഈ സീഷെല്ല് ഞാൻ ബോട്ടിൽ വെക്കുന്നത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ സീഷെല്ലാണ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യാതെ റിങ് വെച്ചിട്ടുണ്ട്, സിൽവർ റിങ്ങാണ്. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതങ്ങനെ കവർ ചെയ്തിട്ട് ബോട്ടിൽ വെക്കുന്നതാണ്. ഇതെൻ്റെ ഫേവറേറ്റുള്ളൊരു ക്ലിപ്പാണ്, അപ്പം ഞാനത് വിചാരിച്ച് ബോട്ടിൽ വെക്കാമെന്ന്. പിന്നെ ലാസ്റ്റ് വെക്കാൻ പോകുന്നത് നമ്മളെ കോക്കനട്ട് ഷെല്ലിൻ്റെ ഒരു കഷ്ണമാണ്. അപ്പം അതും വെക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട്, അപ്പം അതങ്ങ് വെച്ചു. ഞാൻ ബോട്ടിലിൻ്റെ നെക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ ലേസ് എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാതെ ഡ്രസ്സിൻ്റെ ലേസാണ്. റിബണിൻ്റെ സെൻറ്ററിൽ വൈറ്റ് കളർ റിബണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അങ്ങനെ റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണ്ടിക്ക് അതിൽ എഴുതി കൊടുക്കാം. റിബണ് കംപ്ലീറ്റ് ആയിട്ട്
ചെയ്തപ്പോൾ ലാസ്റ്റ് ബോട്ടിൽ അങ്ങ് സ്റ്റിക്ക് ചെയ്യാണ്. ലാസ്റ്റ് ബോട്ടിൽ ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മളെ ബോട്ടിൽ കംപ്ലീറ്റ് ആയി. ബോർഡർ റൈറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്യുക. ബോട്ടിൽ ജാർ എനിക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.